അരൂർ സെന്റ് അഗസ്റ്റിൻസ് ദേവാലയത്തിലെ തിരുനാളിന് ഡിസംബർ 28-ന് കൊടിയേറും. ജനുവരി 1-നാണ് മുഖ്യ തിരുനാൾ. തിരുനാൾ പ്രസിദ്ധേന്തി ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി നിർധനനായ ഒരാൾക്ക് വീട് നിർമ്മിച്ചു നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ. നാനാജാതി മതസ്ഥർ പങ്കെടുക്കുന്ന അരൂരിലെ പ്രധാന തിരുനാളിൽ ഏകദേശം 1 ലക്ഷത്തോളം പേർ പങ്കെടുക്കും. അരൂർ സെന്റ് അഗസ്റ്റിൻസ് ദേവാലയത്തിലെ 146-ാം ദർശന തിരുനാളിന്റെ നടത്തിപ്പിനോടനുബന്ധിച്ചാണ് പത്രസമ്മേളനം വിളിച്ചു ചേർത്തത്. ഡിസംബർ 28-ന് കൊടിയേറുന്ന തിരുനാൾ ജനുവരി 1-ന് സമാപിക്കും. പള്ളി വികാരി ഫാദർ ഡോക്ടർ റാഫി പരിയാത്തുശ്ശേരി തിരുനാൾ കൊടി ആശീർവദിക്കും. തിരുനാൾ നടത്തിപ്പിനോടനുബന്ധിച്ചുള്ള ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി നിർധനനായ ഒരാൾക്ക് പ്രസിദ്ധേന്തിയായ മാത്യു തൈക്കാളമുറി 10 ലക്ഷം രൂപയോളം ചിലവഴിച്ച് വീട് വെച്ച് നൽകുമെന്ന് പത്രസമ്മേളനത്തിൽ അറിയിച്ചു. വീടിന്റെ ശിലാശീർവാദം തിരുനാൾ ദിനത്തിൽ നടത്തുമെന്നും പ്രസിദ്ധേന്തി പറഞ്ഞു. തിരുനാൾ ദിനമായ ജനുവരി 1-ന് കൊച്ചി രൂപതാമെത്രാൻ ഡോക്ടർ ജോസഫ് കരിയിലിന്റെ കാർമ്മികത്വത്തിലാണ് സമൂഹ ദിവ്യബലി നടക്കുക. അരൂർ പള്ളി മുതൽ പുത്തനങ്ങാടി വരെയുള്ള ഘോഷയാത്രയാണ് തിരുനാൾ ദിനത്തിലെ മുഖ്യ ആകർഷണം. പ്രധാന തിരുനാളിൽ ഏകദേശം 1 ലക്ഷത്തോളം പേർ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് കോർഡിനേറ്റർ പോൾ കളത്തറ പറഞ്ഞു. വിപുലമായ രീതിയിൽ തന്നെ പള്ളിയിലെ ചടങ്ങുകളും ആഘോഷങ്ങളും നടത്തുന്നുണ്ടെങ്കിലും ഏറ്റവും പ്രധാനമായ ഒരു കാര്യം അരൂർ നിവാസിയായ നിർധന കുടുംബത്തിന് അദ്ദേഹം 10 ലക്ഷം രൂപ സ്വന്തം പൈസ മുടക്കി വീട് വെച്ചു കൊടുക്കുന്നുണ്ട്. അത് കാലതാമസമില്ലാതെ ഓഗസ്റ്റിനുള്ളിൽ ആ വീട് തീർക്കുക, അതിനു മുമ്പ് തീർക്കണമെന്നാണ് പുള്ളിയുടെ ആഗ്രഹം. പ്രോഗ്രാം കൺവീനർ എൻ.എ. ആന്റണി ഞാറക്കാത്തറ, ജനറൽ കൺവീനർ ജിമ്മി തൈക്കാളമുറി, പ്രസിദ്ധേന്തി മാത്യു തൈക്കാളമുറി എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. നാടകം, മെഗാഷോ, വിഭിന്നമായ, അതായത് ഇതുവരെ അരൂർ പള്ളിയിൽ ഉണ്ടാകാത്ത ലൈറ്റ് ആൻഡ് മ്യൂസിക്കൽ ഷോ എന്ന ഒരു പരിപാടിയോട് ഉൾപ്പെടുത്തിക്കൊണ്ട് അതിവിപുലമായ രീതി, അതോടൊപ്പം തന്നെ 1-ാം തീയതി നമ്മുടെ പള്ളിയിൽ നിന്നും ഇറങ്ങി വടക്കോട്ട് പുത്തനങ്ങാടി വരെ പോകുന്ന രീതിയിൽ പ്രദക്ഷിണവും ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, അരൂർ. നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണവേ നമഃ.